അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ഥിരം ഇൻട്രോ എടുക്കാനുള്ള സ്ഥലം തന്നെയാട്ടോ ഇത്. നമ്മൾ ഒത്തിരി നാളായിട്ട് ഫുഡ് വ്ളോഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഫുഡ് വ്ളോഗ് ചെയ്യാൻ പോകട്ടോ. അതൊരു കിടിലൻ പഴങ്കഞ്ഞി കിട്ടുന്ന സ്ഥലത്തേട്ട് അവിടെ പോയാണ് നമ്മൾ ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ടേസ്റ്റ് ഒന്ന് ആസ്വദിച്ചിട്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കണ്ട. നമുക്ക് പോയിച്ചപ്പോൾ നല്ലോ വായോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കിസൈസിലാണ്. കിസൈസിൽ ബുർജ് അലാറം റെസ്റ്റോറൻറ്റ്. നമുക്ക് നേരെ പോയി അവിടുത്തെ അടിപൊളി പഴങ്കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ എല്ലാ ഫുഡ് ബ്ലോഗും പോലെ തന്നെ നമ്മളിപ്പോൾ കിച്ചണിൽ വന്നിരിക്കുകയാണ്. കിച്ചണിൽ നമുക്ക് ചേട്ടൻ്റെ പേരെങ്ങനെ? ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് നമുക്ക് പഴങ്കഞ്ഞി സെറ്റ് ചെയ്ത് തരുന്നത്. ചേട്ടൻ്റെ നാട് എവിടെയാണ്? വർക്കല. ഓക്കെ ചേട്ടാ, അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തല്ലോ പഴങ്കഞ്ഞി. ആദ്യം നമ്മുടെ തലേ ദിവസത്തെ ചോറെടുത്ത് ചട്ടിയിലിടുകയാണ്. അപ്പൊ എത്ര നാളായി കാണും ചേട്ടാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പഴങ്കഞ്ഞി? ഒരുപാട് നാളായി. നെക്സ്റ്റ് എന്താ? കപ്പയല്ലേ? നെക്സ്റ്റ് കപ്പയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുളകും കൂടി കൂട്ടിയിടുന്നതായിട്ട്. ശരി, പിന്നെ അടുത്ത മാങ്ങ അച്ചാർ. നെക്സ്റ്റ് നമ്മള് പഴങ്കഞ്ഞിലേക്ക് ചേർക്കുന്നത് ചമ്മന്തിയാണ്, സൈഡ് ഡിഷസ് ആയിട്ട്. ഇവിടെ 4 ചമ്മന്തി ഉണ്ട്. എന്തൊക്കെ ചമ്മന്തിയാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്? ഫസ്റ്റിൽ വെക്കുന്നു ഉണക്ക ചമ്മന്തി, പിന്നെ കാന്താരി മുളകരച്ച ചമ്മന്തി, പിന്നെ തേങ്ങ ചമ്മന്തി, നെക്സ്റ്റ് ഉള്ളി ചമ്മന്തി. അയ്യവ, നാരങ്ങ അച്ചാറുണ്ട്. അടിപൊളി. സ്പെഷ്യൽ പുളിച്ചമ്മന്തി കൂടെ വരുന്നുണ്ട്. അത് ചേട്ടൻ പറയാൻ മറന്നുപോയി. എന്നാൽ പുളിച്ചമ്മന്തി കൂടെ ഉണ്ട്. അതും കൂടെ വരുമ്പോഴേക്കും ഉഷാർ സംഭവം. നെക്സ്റ്റ് നമ്മുടെ പഴങ്കഞ്ഞിയിൽ വെക്കുന്നത് ഉണക്കമീനാണ്. മത്തി ഉണക്കിയതാണല്ലേ? ശരി, അതും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ പഴങ്കഞ്ഞിയുടെ കറികളൊക്കെ ഏകദേശം സെറ്റ് ആവും. ശരി, ഉണ്ണികൃഷ്ണൻ ചേട്ടൻ നമ്മുടെ ടേബിളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് കുറച്ച് കറികളൊക്കെ നമുക്ക് പഴങ്കഞ്ഞിയിലേക്ക് ചേർക്കാനുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടാ, ഇനി എന്തൊക്കെ കറികളാണുള്ളത്? തൈരുണ്ട്. ശരി, കട്ട തൈരും കൂടെ അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചൂരക്കറിയാ? മുളകിട്ട ചൂരക്കറി പോരട്ടെ. അത് തൈരിന്റെ മേളിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ചൂരക്കറി എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും? അതോ മീൻ കിട്ടുന്ന അനുസരിച്ചായിരിക്കും? ഒരേ കറി ആയിരിക്കും, ചൂരക്കറി ആയിരിക്കും അല്ലേ? മുളകിട്ട്. പിന്നെ എന്താണ് ഇപ്പൊ നമ്മുടെ ഈ പഴങ്കഞ്ഞിയിൽ എല്ലാ ദിവസവും മാറ്റം ഉള്ളത്? ഏതൊക്കെ കറികൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എല്ലാ ദിവസവും സെയിം ആയിരിക്കും? ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ വരും. എല്ലാ ദിവസവും ചിലപ്പം നമ്മള് ബിസിനസ് നടക്കുമ്പോൾ കുറയുമ്പോഴത്തെ ചമ്മന്തി കുറയും, അങ്ങനെയൊക്കെ വരാം. എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് പഴങ്കഞ്ഞിയോടൊപ്പം? പോത്ത് വരട്ട് കൊടുക്കും. പോത്ത് വരട്ട്. പിന്നെ നല്ല മത്തി, പൊരിച്ച മത്തിയുണ്ട്. ശരി, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ താറാവ് ഉണ്ടല്ലേ? റോസ്റ്റ് ഉണ്ട്. ശരി, ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പഴങ്കഞ്ഞി എല്ലാ കറികളും കൂട്ടി കുഴച്ചെടുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ. കപ്പയുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മീനുണ്ട്. കപ്പയൊക്കെ അങ്ങ് പൊട്ടിച്ച് നമുക്ക് എല്ലാം കൂടെ കൂട്ടി കുഴച്ചാൽ കഴിയാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ എടുക്കാം കേട്ടോ. എല്ലാ ചമ്മന്തിയും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കാം. അച്ചാർ ഇവിടുത്തെ സ്പെഷ്യലാണ്. നമ്മുടെ എണ്ണയിലിട്ട് വാട്ടിയെടുത്ത അച്ചാറാണ് കേട്ടോ, മാങ്ങാച്ചാർ. ഒരു മുളകും കൂടെ കിടപ്പുണ്ട്. മുളക് നമുക്ക് അങ്ങ് പൊട്ടിച്ച് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ആ മുളകിൻ്റെ എരിവ് അങ്ങ് വരുമ്പോഴേ അല്പം ഉണക്ക മത്തി അങ്ങ് എടുക്കാം. പുളിച്ചമ്മന്തിയും കൂടെ എടുക്കട്ടെ. പുളിച്ചമ്മന്തി ഉണ്ടോ? മീൻ്റെ ഒരു ഉപ്പ് രസവും പിന്നെ നമ്മൾ ഞെരടിയിട്ട മുളകില്ലേ, അതിൻ്റെ എരിവും കൂടെ വരുമ്പോഴേക്കും സംതിങ് ഡിഫറെൻറ്റ്. ആ പുളിച്ചമ്മന്തി ഇല്ലേ, അതൊന്ന് മാത്രമായിട്ടൊന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം. ഉണക്കച്ചെമ്മീൻ നമ്മൾ തൊട്ടില്ലട്ടാ, അതും കൂടെ എടുത്ത് നമുക്ക് കഞ്ഞിയിട്ട് പരട്ട് കഴിക്കാം. പിന്നെ കുറച്ച് ഉള്ളിച്ചമ്മന്തി.
മീശയിലും തടിയിലൊക്കെ ഇരിക്കണം. പിന്നെ നമ്മൾ ഈ നാട് വിട്ട് നമ്മൾ വിദേശത്തെ എവിടെ ഏത് രാജ്യത്ത് പോലും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ ഈ നാടൻ ഫുഡ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമല്ലേ പഴങ്കഞ്ഞി. അത് നമുക്ക് പുറത്ത് അതുപോലെ ആ ഒരു ഫീലിൽ ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചമ്മന്തി 4 ആയപ്പോഴേക്ക് അതിൻ്റെ ഒരു എരിവും കൂടി നമുക്ക് പഴങ്കഞ്ഞിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിയൊക്കെ എടുത്ത് ഞരടിയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ ചെറിയൊരു എരിവിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അത് ഈ കിടക്കുന്ന മുളകൊക്കെ എടുത്ത് നമ്മൾ പൊടിച്ചിട്ടില്ലേ പഴങ്കഞ്ഞില്ല, അതിൻ്റെയൊക്കെ ആയിരിക്കും. എന്നാലും അതൊരു രസമാണ്. ചിലവർ പറയും തൈരിൻ്റെ ഒപ്പം നമ്മുടെ മീൻകറി അത്ര നല്ലതല്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ എന്തോന്ന് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ ആസ്വദിച്ച് കുടിക്കുക. വേണ്ടെങ്കിൽ ആവശ്യമില്ല, നമുക്ക് തൈര് ഒഴിവാക്കാം അല്ലെങ്കിൽ മീൻകറി ഒഴിവാക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. പഴങ്കഞ്ഞിക്ക് ഇവിടെ 10 ദിർഹംസ് ആണോ ചാർജ് ചെയ്യണേ. എക്സ്ട്രാസ് വരുമ്പോൾ അതനുസരിച്ച് കൂടും. ഞാനിതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്ന് ഒരു മത്തി ഫ്രൈ ഓർഡർ ചെയ്തതാണ്. അതിന് ഏകദേശം ഒരു 3 ദിർഹംസ് കൂടുതലുള്ളൂ. 13 ദിർഹംസ് ടോട്ടൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്ര വലിയ ചാർജൊന്നും അല്ല. പിന്നെ നമ്മുടെ ഈ പഴങ്കഞ്ഞി നല്ല ക്വാണ്ടിറ്റിയിലാട്ടോ അവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാ ഒരാൾക്ക് വയറ് നിറയും ഇത് കഴിച്ച് കഴിയുമ്പോൾ. ചിലപ്പോൾ ബാക്കി വരാനും ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിലാണ് സപ്ലൈ ചെയ്യുന്നത് പഴങ്കഞ്ഞി. ദുബായിൽ പഴങ്കഞ്ഞി കഞ്ഞിക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പഴങ്കഞ്ഞി കിട്ടാനായിട്ട് ലേശം പ്രയാസമാണ്. ഒത്തിരി നമ്മൾ സ്ഥലത്ത് അന്വേഷിച്ചാൽ ഈ പഴങ്കഞ്ഞി തലേ ദിവസത്തെ കഞ്ഞി അതനുസരിച്ച് റിസർവ് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ അത് സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ചില സ്ഥലങ്ങളിൽ നമ്മൾ പഴങ്കഞ്ഞി സപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, അതിനകത്ത് നമ്മുടെ ചുവന്നുള്ളി ഞെരടി ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഉള്ളിച്ചമ്മന്തി തന്നെയുണ്ട്. ഒരു ഉള്ളിച്ചമ്മന്തി നമുക്ക് അത് കഞ്ഞിയുടെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാം. കാന്താരി മുളകൊക്കെ അതിനകത്ത് കയറി വരിക. അതെ, ഉണത്തമീൻ. അപ്പോഴേ നമ്മൾ പഴങ്കഞ്ഞിയെ കുടിച്ച് ഇറങ്ങാം കേട്ടോ. അടിപൊളി പഴങ്കഞ്ഞിയായിരുന്നു. നിങ്ങൾ ഈ കുസൈസിലൊക്കെ ഏകദേശം പോരുകയാണെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കുക, നല്ല രസമായിരുന്നു കഴിക്കാനായിട്ട്. നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.